ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൻ്റെ 3400 പുട്ട് ഓപ്ഷനിലാണ്. രാവിലെ നിഫ്റ്റി ഡൗൺവേർഡ് ട്രെൻഡാണ് കാണിച്ചതെന്നുള്ളതുകൊണ്ട് നമ്മുടെ ഇൻഡിക്കേറ്റർ പ്രകാരം നമുക്ക് വന്ന ആദ്യത്തെ സെൽ സിഗ്നൽ നമ്മൾ എടുത്തിട്ടില്ല. കാര്യം പുട്ട് ഓപ്ഷനാണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ നിഫ്റ്റി ഏകദേശം ഡൗൺ ട്രെൻഡ് കാണിച്ചുകൊണ്ടിരിക്കുകയായതുകൊണ്ട് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനാണ് നമ്മുടെ തീരുമാനം. 9:45 ആയപ്പോഴേക്ക് നമുക്ക് ഇവിടെ ഇൻഡിക്കേറ്റർ പ്രകാരം ഒരു ബൈ സിഗ്നൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ കൺഫേം ആയാൽ ബൈ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ റൂള്. പക്ഷേ നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു റിജക്ഷൻ ക്യാൻഡിൽ ആയതുകൊണ്ട് നമ്മൾ അവിടെ എൻട്രി എടുത്തില്ല. പക്ഷേ തേർഡ് ക്യാൻഡിൽ ഓൺവേർഡ്സ് വീണ്ടും ഒരു ബൈ സിഗ്നൽ കിട്ടിയതുകൊണ്ട് നമ്മൾ 58-ലാണ് നമുക്ക് എൻട്രി കിട്ടിയത്. 58-ൽ നമുക്ക് എൻട്രി ലഭിച്ചു. പിന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒന്നിരിക്കൽ ആ ക്യാൻഡിലിൻ്റെ ഏറ്റവും ലോ പോയിന്റ് അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ ക്യാൻഡിലിൻ്റെ ഏറ്റവും ലോ പോയിന്റ് അതിലേതാണോ ഏറ്റവും താഴെ കിടക്കുന്നത് അതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ടാർജറ്റ് എന്ന് പറഞ്ഞാൽ 1:3 റേഷ്യോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിക്കേറ്റർ പ്രകാരം എപ്പോഴാണോ സെൽ സിഗ്നൽ ലഭിക്കുന്നത് ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നതെങ്കിൽ അതാണ് നമ്മുടെ ടാർജറ്റ്. അങ്ങനെ നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. ഒരു 10:15 മുമ്പ് തന്നെ 10:05 ആയപ്പോഴേക്ക് നമുക്ക് നമ്മുടെ ടാർജറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം 22% നമുക്ക് ഇന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. 1 lakh നമ്മൾ ഇന്ന് ക്യാപിറ്റൽ യൂസ് ചെയ്ത് ഡിപ്ലോയ് ചെയ്തത്. അതിൽ 22,000 നമുക്ക് ഇന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റർ പ്രകാരം നമുക്ക് കാണുന്ന എല്ലാ സിഗ്നലും നമുക്ക് എടുക്കാനൊന്നും കഴിയില്ല. കാരണം അത് എല്ലാ സിഗ്നലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ലോസ് ആയിരിക്കും സംഭവിക്കുന്നത്. അത് എടുക്കുന്നതിന് കൃത്യമായ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് പ്രകാരം നിങ്ങൾ ട്രേഡ് കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്രോഫിറ്റിൽ എത്താൻ സാധിക്കും. കൂടുതൽ അറിയാൻ ഞങ്ങളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക.